ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റിൽ സവാള തോരനാണ്. സവാള നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സവാള ഡയറക്റ്റായിട്ട് ഒരിക്കലും കഴിച്ച് തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ തോരനൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് ഒരുപാട് നല്ലതാണ്. അപ്പം ഞാൻ ചോപ്പറിലിട്ട് ഒരു മുഴുത്ത 2 സവാള എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിയുന്നതാണ് നല്ലത്, നമ്മൾ തോരൻ വെക്കാനായതുകൊണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനൊരു ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വേറെ പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല, അരച്ചല്ല ചേർക്കുന്നത്. ഇത് നമ്മൾ ചിരണ്ടിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പെട്ടെന്നുണ്ടാക്കാം. ഏത് വീട്ടിലും സവോള ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള തോരൻ വയ്ക്കുമ്പോൾ തേങ്ങ അരച്ച് തോരൻ വയ്ക്കുന്നവരും ഉണ്ട്. ഞാൻ ചിരണ്ടി ഇടുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ എടുത്ത കൂട്ടിനകത്ത് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്താൽ മതി. തേങ്ങയും ചേർത്ത് ഒതുക്കിയിട്ടാലും ഇത് അടിപൊളി ടേസ്റ്റായിട്ടുള്ള തോരനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് മസാലയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് അരച്ചിടാത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഒരുപാട് വഴണ്ട കേട്ടോ, നമുക്ക് തോരനായതുകൊണ്ട് ഒത്തിരി വഴന്ന് പോകണ്ട. ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ അതിലേക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വേകാനൊന്നും ഒരുപാട് താമസം വരത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മീറ്റ് മസാലയാണ്. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അത് നമുക്ക് ഇഷ്ടമുള്ളവർ ചേർക്കാം. അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ മീറ്റ് മസാല മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മീറ്റ് മസാല ടേസ്റ്റോട് ഇഷ്ടമായതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെരിഞ്ചീരകം അരച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ വെറുതെ തേങ്ങ ചിരണ്ടിയിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് എന്തോരെയാണോ തേങ്ങ എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സാക്കി എടുത്താൽ മതി. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സവാള നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാറുന്നതിനും, പൈൽസ് രോഗം ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനും, വിശപ്പിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ സഹായകമാണ് കേട്ടോ സവാള. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒന്നാണ് സവാള. അതും ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പം ഗുണങ്ങളാൽ സമ്പന്നമാണ് സവാള എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, എല്ലാവരും കഴിക്കുകയും ചെയ്തോളും. സവാള ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.